നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാഹുലിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ദിവസമായിരുന്നു. 2 ബലാത്സംഗ കേസുകളും പരിഗണിക്കുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ വിശദമായ വാദം കേൾക്കണമെന്ന് പറഞ്ഞു, അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ബലാത്സംഗ കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് രാഹുലിന് ആശ്വാസം. ഇനി പുതുവർഷം നന്നായിട്ട് ആഘോഷിക്കാമെന്ന് തോന്നുന്നു. ഓണം പോലും നന്നായിട്ടുണ്ടില്ല ഭാവം. പുതുവർഷമെങ്കിലും ആഘോഷിക്കാം എന്ന് തോന്നുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ഇനി ക്രിസ്മസ് കഴിഞ്ഞേ ഉള്ളൂ പരിഗണിക്കൂ എന്നുള്ളത് പറഞ്ഞു. ആദ്യത്തേതിൽ 18-ാം തീയതിക്ക് പരിഗണിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം ജാമ്യത്തിന് വേണ്ടിയിട്ട് രാഹുൽ അപ്പീൽ നൽകിയിരുന്നു, അതാണ് പരിഗണിക്കുന്നത്. ഇപ്പോൾ ഈ 2 കേസുകൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ രണ്ടാമത്തെ കേസ് ശരിക്കും കെട്ടിച്ചമച്ചതാണോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ വരുന്നത്. കാരണം സെഷൻസ് കോടതി തന്നെ ജാമ്യത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാക്കി രാഹുലിന് കൊടുത്തിരുന്നു. എന്നിട്ടാണ് ഹൈക്കോടതിയിലേക്ക് പിന്നീട് സർക്കാർ പോയത്. ഹൈക്കോടതി ചെന്നപ്പോൾ ഇപ്പോഴെന്താണ് ആ കേസ്, കാരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത്രയും വലിയ ബലാത്സംഗ പീഡന കേസ് ഞാൻ രണ്ടാമത്തെ കേസിനാണ് കുറച്ചുകൂടി ഒരു ഇത് കൊടുത്തത്. കാരണം മിക്കവാറും അതിൽ രാഹുൽ പെട്ടുപോകും എന്നുള്ള രീതിയിലാണ്. അത്രയ്ക്ക് വളരെ സ്ട്രോങ് ആയിരുന്നു മൊഴിയൊക്കെ അതിജീവിതയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കേസ് എത്തരത്തിലാണ് പോകുന്നതെന്ന് ഞാൻ നോക്കിയിരിക്കണം. അപ്പോൾ സെഷൻസ് കോടതി തള്ളിയപ്പോൾ തന്നെ അത് അത്രമാത്രം വീക്ക് പോയിന്റുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. ഇത് ഇപ്പോൾ ഹൈക്കോടതി കൊടുത്തപ്പോഴും ഇത്രയും വലിയൊരു കേസ് ഒരു പക്ഷേ പരിഗണിക്കേണ്ടതായിരുന്നു. അവരെന്താണ് പറഞ്ഞത്, ന്യൂ ഇയർ കഴിഞ്ഞ് ഇനിയിപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞ്, അതായത് ക്രിസ്മസിന് ശേഷം നോക്കാം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ അവധിക്കാലം കഴിഞ്ഞതിന് ശേഷം നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ആ കേസിൻ്റെ ഇത് എന്നുള്ളത് ഇപ്പോൾ പൊരുൾ എന്നുള്ളത് മനസ്സിലായി. അല്ലെങ്കിൽ ഹൈക്കോടതി ചെല്ലുന്ന ഇത്തരത്തിലുള്ള ബലാത്സംഗ പീഡന കേസ് എത്രയും വേഗം അവരത് പരിശോധിച്ചതിന് ശേഷം ജാമ്യം നിഷേധിക്കുക അല്ലെങ്കിൽ അറസ്റ്റ് വേണം എന്നല്ലേ പറയേണ്ടത്. പക്ഷേ പിന്നീട് പരിഗണിക്കാമെന്നുള്ള രീതി പോകുമ്പോൾ തന്നെ നമുക്കറിയാം ആ കേസ് എത്രമാത്രം അതിൻ്റെ വീക്ക് പോയിന്റുകൾ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഒരു പക്ഷേ ആ പെൺകുട്ടി ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നേരിട്ടിരിക്കാം, പക്ഷെ അതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ സെഷൻസ് കോടതി കാണിച്ചിരുന്നു. നമുക്കറിയാം അതിനകത്ത് പല ഇപ്പം മൊഴി പറഞ്ഞതും KPCC കൊടുത്തതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് നമ്മൾ നേരത്തെയുള്ള ചർച്ചകളിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ പെൺകുട്ടി പറഞ്ഞ സമയവും അല്ലെങ്കിൽ ദിവസവും ഈ പറയുന്ന പോയ ദിവസവും ഒക്കെ ആയിട്ട് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ കോടതി ചോദിച്ചു ഇത്രയും നാള് കാലാവധി എവിടെയായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഈ പീഡിപ്പിച്ചിട്ടും പിന്നീട് സൗഹൃദം സ്ഥാപിച്ചതിൻ്റെ ചാറ്റുകളടക്കം രാഹുൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തിനെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വിവാഹത്തിന് വേണ്ടി പീഡിപ്പിച്ച ഒരു വ്യക്തിയെ വീണ്ടും വിവാഹം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നീട് പറയുന്നു ഈ പറഞ്ഞ എനിക്ക് ഭീഷണി നിലനിന്നിരുന്നു എന്നുള്ള. അപ്പോൾ ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു വലിയൊരു കൂമ്പാരം തന്നെയാണ് ഇപ്പോൾ SIT ശരിക്കും കൊടുത്തത്. എന്തിനാണ് ഈ കേസ് ഇത്തരത്തിൽ കൊടുത്തതെന്ന് പോലും അറിയില്ല. കാരണം അത്തരത്തിൽ വീക്ക് പോയിന്റുകൾ വന്നതുകൊണ്ടാണ് ആദ്യമേ ജാമ്യം രാഹുലിന് കിട്ടിയത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇന്ന് രാഹുൽ രാവിലെ മുതൽ എല്ലാ മാധ്യമപ്രവർത്തകരും വീണ്ടും രാഹുലിൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. രാഹുൽ സ്കൂട്ടറിൽ പോകുന്നു, ഹെൽമെറ്റ് ഇല്ലാണ്ട് പോകുന്നതിന് വിമർശനം. ഈ പറയുന്നത് പോലെ രാഹുലിനെ ചുറ്റിപ്പറ്റി പോലീസുകാർ ഇപ്പം ഹൈക്കോടതിയിൽ നിന്ന് എപ്പം ജാമ്യം നിഷേധിക്കും അപ്പം പൂട്ടാൻ വേണ്ടിയിട്ട് 4 ചുറ്റും വളഞ്ഞിട്ട് പോലീസുകാർ നിൽക്കുകയാണ്. പക്ഷേ രാഹുൽ രാവിലെ പുഞ്ചിരിയോടുകൂടി സ്കൂട്ടർ എടുത്തുകൊണ്ടിരിക്കുന്നു, നാട്ടുകാരോട് ലോഹ്യം പറയുന്നു, എന്നിട്ട് ക്ഷേത്രത്തിൽ പോകുന്നു, തിരിച്ചു വരുന്നു, പോകുന്നു. ഒരു കൂസലുമില്ല. ആ ശരീരഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം എന്താണ്, ഇത് ഒന്നും നടക്കില്ല എന്നുള്ളത്. രാഹുലിന് അത് ഒരു പക്ഷേ വക്കീൽ വഴി അറിയാമായിരിക്കാം ഇത് ഒന്നും പരിഗണിക്കില്ല എന്നുള്ള തരത്തിൽ. അല്ലെങ്കിൽ അത്രമാത്രമേ വീക്ക് പോയിന്റുകളുള്ളൂ, അല്ലെങ്കിൽ രണ്ടാമത്തെ കേസിന് അത്രേ ഉള്ളൂ പ്രാധാന്യമെന്ന് രാഹുലിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ എത്രയോ ദിവസം ഒളിഞ്ഞിരുന്ന രാഹുൽ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കൂ. അപ്പോൾ ഇന്ന് മാധ്യമങ്ങളും ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ എന്താ പറയുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക്, ജാള്യതയിൽ തിരിച്ചു പോകേണ്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അത് തന്നെയാണ് രാഹുൽ അവസാനം ഒരു പോസ്റ്റ് ഇട്ട്, പ്രബുദ്ധ കേരളമായ ജനത്തിന് മനസ്സിലാകും എന്താണ് ഏതിനെയൊക്കെയാണ് ഈ തകർക്കേണ്ടത്, അല്ലെങ്കിൽ ഏതിനോടാണ് പോരാടേണ്ടത്, എന്തിനോടാണ് വിമർശിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ജനം അത് പറഞ്ഞു കൊടുത്തു എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവർക്കത് മനസ്സിലാകും, രാഷ്ട്രീയക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളത് മനസ്സിലാകുന്നില്ല. കാരണം ഈ പറഞ്ഞതുപോലെ അതെ, ജനത്തിന് വേണ്ടുന്ന ശബരിമല അടക്കമുള്ള വിഷയങ്ങളായിരുന്നു. മാസപ്പടി ലാവ്ലിൻ കേസ്, മുഖ്യമന്ത്രിക്ക് നേരെ വന്നിട്ടുള്ള കേസുകൾ, അഴിമതി, ക്ഷേമ പെൻഷൻ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ കൂട്ടാഞ്ഞത്, ഈ അവസാന ഘട്ടത്തിൽ എന്തിനു കൂട്ടി, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകം ചർച്ച ചെയ്യേണ്ടുന്ന, അഴിമതി, നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ,
ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടുന്ന CPM ഒരിക്കലും അത് ചർച്ച ചെയ്യാതെ പെൺ വിഷയത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഇത് ഒരു പക്ഷേ ജനത്തിന് കൂടുതൽ വെറുപ്പാണ് ഉണ്ടാക്കിയത്. ആ വെറുപ്പാണ് ജനം തദ്ദേശ തെരഞ്ഞെടുപ്പ് UDF തരംഗം തന്നെയല്ലേ, UDF തൂത്തുവാരുകയാണ് ചെയ്തത്. ഒരു കാലത്തും ഗ്രാമപഞ്ചായത്തുകൾ അധികം പിടിക്കാത്ത UDF എന്ത് ഗ്രാമപഞ്ചായത്തുകളാണ് പിടിച്ചത്, കോർപ്പറേഷൻ 4 പിടിച്ചു. അപ്പോൾ മാത്രമല്ല മുനിസിപ്പാലിറ്റി അടക്കം എല്ലാം തൂത്തുവാരുന്ന രംഗമാണ് കണ്ടത്. ഇത് സർക്കാരിനോടുള്ള CPMനോടുള്ള വിരോധമാണ്. ഇനി പെൺവിഷയം എടുത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കാതിരിക്കുക. ഇപ്പോഴത്തെ തലമുറകൾ എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ്. പഴയ കാലത്തെ പോലെ പണ്ട് കാലങ്ങളിൽ ഈ പെൺവിഷയമൊക്കെ ഇട്ട് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിനെയൊക്കെ സ്വാധീനിക്കാമായിരുന്നു. ഇന്നത്തെ കാലത്തെ പിള്ളേരുടെ അടുത്തൊന്നും ഇനിയിപ്പോൾ നടക്കത്തില്ല. കാരണം അവർക്കറിയാം ഈ ഒരു കേസ് ആദ്യം വന്നപ്പം തന്നെ ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന് ഉള്ള രീതി വന്നപ്പോഴത്തേക്ക് ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റം എന്നുള്ള രീതിയിലാണ് ജനം അത് കാണുന്നത്. കാരണം ആ കടന്നുകയറിയ മാധ്യമങ്ങളാണ്, പിന്നീട് രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. അവരിൽ ഉള്ളിൽ തീർക്കേണ്ടുന്ന വിഷയം അത് പുറത്ത് പബ്ലിക്കാക്കി അത് വൃത്തിഹീനമാക്കി അത് രാഷ്ട്രീയ തലത്തിലേക്ക് കൊണ്ടുപോവുകയും തെരഞ്ഞെടുപ്പിനെ അത് സ്വാധീനിക്കാൻ ഇടവരുത്തുകയും ചെയ്തു. എല്ലാവർക്കും അറിയാം ശബരിമല വിഷയം മുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇത്രയേറെ കൊണ്ട് ഇപ്പോഴും പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് CPM CPIM ഒരു ഈ പറയുന്ന അവർ കൂടിച്ചേർന്ന് ഇതുമായിട്ടൊരു അവലോകനം നടത്താനിരിക്കുകയാണ്. ശബരിമല അടക്കം വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന് അവർക്ക് ബോധം വന്നു. എന്നിട്ടും വീണ്ടും ഈ രാഹുലിൻ്റെ പുറകെ എന്തിനാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. പക്ഷേ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് വെട്ടിലായിരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ അവർക്ക് ഏകദേശം ബോധ്യപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തൂത്തുവാരി. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആയിരിക്കാം ഭരണത്തിലെത്തുന്നെങ്കിൽ ഈ പോയ രാഹുലിൻ്റെ പുറകെ പോയ പോലീസുകാരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക്. അപ്പോൾ അതൊക്കെ നല്ല പ്രഷറുണ്ട് അവർക്കാണ് ഇപ്പോൾ പ്രശ്നം. കൃത്യ നിർവഹണം എന്ന് വെച്ചാൽ ഇപ്പോൾ കൃത്യമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർക്കും എല്ലാവർക്കും മാധ്യമങ്ങൾക്കും എല്ലാവർക്കും അറിയാം ഒരാളെ മനഃപൂർവ്വം കൊണ്ടുവന്നിട്ട് കേസിൽ പെടുത്തുന്ന രംഗം. അതായത് എത്ര തവണയാണ് പോലീസ് ഉദ്യോഗസ്ഥ ആ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് പോയത്, എന്തോരം ബ്രെയിൻ വാഷാണ് ചെയ്തത്. അങ്ങനെ ഒരാളുടെ പുറകെ പോയി മൊഴിയെടുത്ത് ഒരാളുടെ മേൽ കൊണ്ടുവന്നിട്ട കേസാണിത്. ഒന്ന് ആലോചിച്ചു. ആദ്യമൊക്കെ ഈ പെൺകുട്ടി പുറത്ത് ഈ മൊഴി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല, ഈ കേസുമായി മുമ്പോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ പിന്നീട് ഇവർ ഈ പറഞ്ഞതുപോലെ പുറകെ ചെന്നാണ് ഇത്തരത്തിലുള്ള കേസ് എടുത്തത്, രണ്ടാമത്തെ കേസ്. അപ്പം ഇത്തരത്തിൽ അവർക്ക് അറിയാലോ, രാഷ്ട്രീയ പ്രവർത്തകർക്ക് അറിയാലോ. മാത്രമല്ല ഈ ഒരു സമ്മർദ്ദത്തിലാക്കുക, രാഹുലിനെ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് വരെ പൂട്ടാനുള്ള സമ്മർദ്ദം നടത്തുക, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാമെന്ന്. കോടതി തന്നെ എന്താണ് ചോദിച്ചത്, ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ ഒരാളുടെ ഭാഗം മാത്രമല്ല മറുഭാഗം കൂടെ കേൾക്കണം. മറുഭാഗം കേൾക്കാതെ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘട്ടത്തിലേക്ക് ഈ പോലീസ് പോയത് എന്താണ് കാരണം? അത് എല്ലാവർക്കും അറിയാം, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. അത് മനഃപൂർവ്വം UDFനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി. പക്ഷെ അതിൽ നിന്നൊക്കെ മറികടന്ന് UDF പോലും ചിന്തിക്കാത്ത ഒരു വിജയമാണ് അവർക്കിപ്പോൾ കൈവന്നിരിക്കുന്നത്. ഇനിയും ഈ പെൺവിഷയത്തിൽ തൂങ്ങിപ്പിടിക്കുകയാണ് CPM എന്നുണ്ടെങ്കിൽ ഒരു കാലത്തും CPM ഇനി കേരളത്തിൽ വാഴില്ല. കാരണം ബംഗാളിലും ത്രിപുരയിലും ഒക്കെ നടന്നതുപോലെയുള്ള സംഭവം ഇനി CPM കേരളത്തിൽ. അവസാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് VD സതീശൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു പക്ഷേ അങ്ങനെ ആവാനാണ് സാധ്യത. ഇനി CPM പുറത്തു വരാൻ പോകുന്നില്ല. കാരണം ഇനിയെങ്കിലും CPMന് ബോധം തെളിയണം. ആശയപരമായിട്ട് അവരെന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ രാഷ്ട്രീയത്തെ നേരിടുക, തെരഞ്ഞെടുപ്പിനെ നേരിടുക. എന്തൊക്കെ അവർക്ക് കോട്ടങ്ങൾ സംഭവിച്ചു, അവിടെ എവിടെയൊക്കെ വിള്ളലുകളുണ്ടായി അത് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുക. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ മറ്റേ ഒളിഞ്ഞു നോക്കിയിട്ട് അവിടുത്തെ വിഷയങ്ങളെടുത്ത് കുത്തിപ്പറിക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം രാഹുൽ മാങ്കൂട്ടത്ത് അത് കോൺഗ്രസിൻ്റെ വിഷയം, അയാളുടെ സ്വകാര്യ ജീവിതത്തിലെ വിഷയം, അത് എടുത്ത് ഒരു പക്ഷേ രാഷ്ട്രീയമായിട്ട് കളി തുടങ്ങിയപ്പോഴാണ് CPMന് അടിപതറി തുടങ്ങിയത്. ഏതായാലും അത് ജനത്തിന് മനസ്സിലായി. ഇനി പഴയതുപോലൊന്നും ഈ പെൺ വിഷയമൊന്നും പിടിക്കത്തില്ല. ഇനി അത് വിട്ടുപിടിക്കുന്നതെന്നല്ല. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ 2 കേസുകൾ ഇത്തരത്തിലാണ് നിൽക്കുന്നത്. ഇനി ഒരു പക്ഷേ 18-ാം തീയതിയാണ് ആദ്യത്തെ കേസിൻ്റെ ജാമ്യത്തിൻ്റെ കാര്യത്തിൽ പരിഗണിക്കുക. അത് 2 ഭാഗവും കേൾക്കും. 2 ഭാഗവും കേൾക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ആ കേസ് നീണ്ടു പോകത്തേ ഉള്ളൂ. അല്ലാതെ രാഹുലിനെ ഇനി പൂട്ടണം, അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് വെറുതെയാണ്. മാത്രമല്ല രണ്ടാമത്തെ കേസിലും എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. അത് പൊരുത്തക്കേട് തീർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ പെടും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ ഇങ്ങനെ പോകും. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത് ഇനിയും കൊണ്ടുപോകാനാണ് ഇവരുടെ ഉദ്ദേശം എന്ന് തോന്നുന്നു. ഈ ഒരു വിഷയത്തിന് എത്രത്തോളം ജീവനുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സജീവമാക്കിയിരിക്കാൻ പറ്റും? കാരണം ഈ ഒരു വിഷയം ഒന്നുമേ ബാധിച്ചിട്ടില്ല. നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ മനസ്സിലായി UDFന് അത് ഒട്ടുമേ ബാധിച്ചിട്ടില്ല. മുന്നോട്ട് കൊണ്ട് ഇനി അതിനെ ഒന്നും നടക്കത്തില്ല. എന്തുകൊണ്ടാണ് BJP അത് വിട്ടുപിടിക്കുന്നത്? BJPക്ക് അത് ബോധ്യമുണ്ട്. ഇനി CPM ഇത് വിട്ടുപിടിച്ചില്ല, മാധ്യമങ്ങൾ ഇത് വിട്ടുപിടിച്ചില്ലെങ്കിൽ ഇനി UDF വളരത്തേ ഉള്ളൂ, അല്ലാതെ CPM വളരത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തോൽപ്പിച്ചത്, CPMനെ തോൽപ്പിച്ചത് മാധ്യമങ്ങളാണെന്ന് ഞാൻ പറയും. കാരണം ഈ മാധ്യമങ്ങൾ അനാവശ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടം
അയൽക്കൂട്ടത്തിൻ്റെ വിഷയം എടുത്ത് വലിയ ഒരു ഇത് കൊടുത്തതുകൊണ്ട് അവരവരുടെ റീച്ചിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തതുകൊണ്ടാണ് ശരിക്കും ജനങ്ങൾക്ക് തന്നെ ഒരു വിരോധം തോന്നിയത്. ഒരാളെ നമുക്ക് ഒരാളുടെ ഒരു നമ്മളിപ്പം കണ്ട നടിയുടെ കേസ്, നടിയെ ആക്രമിച്ച കേസ്, അത് അതിജീവിതം എന്ന് പറയാം. ആ പെൺകുട്ടി ഒരു രാത്രി മുഴുവനും അനുഭവിച്ച പീഡനങ്ങൾ ഇന്ന് നമുക്കൊന്നും ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. അപ്പം അതുപോലെയല്ല ഇതെന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഇല്ല തോതിൻ്റെ കാര്യം പറയുന്നത് പോലെയല്ല. എല്ലാം പീഡനം, എല്ലാം ഇതും പെൺകുട്ടികൾ സഹിക്കുന്നത് നമുക്ക് എപ്പോഴും ഒരേപോലെ വേദന തന്നെയാണ്. പക്ഷേ ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം എന്നുള്ളൊരു സംഗതി ഇതിനകത്ത് കിടപ്പുണ്ട് രണ്ട് കേസിലും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇഷ്ടപ്രകാരം ഒരാൾ നമ്മളെ പീഡിപ്പിക്കുക എന്ന് പറയുന്നതും നമ്മളുടെ ഇഷ്ടത്തോടെ പോയതിന് ശേഷം പിന്നീട് അവിടെ ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും എന്ന് പറയുന്നത് രണ്ട് വ്യത്യാസമാണ്. അപ്പോൾ പീഡനം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ പീഡനത്തിന് തെളിവുകളില്ല. ഇപ്പോൾ രണ്ടാമത്തെ കേസിലും ആദ്യത്തെ കേസിലും രാഹുലിൻ്റെ കാര്യം. പക്ഷെ മറ്റേതങ്ങനെയല്ല. നമ്മുടെ മുന്നിൽ ആ പെൺകുട്ടിയുണ്ട്. അന്ന് ആ രാത്രി തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ ആ പെൺകുട്ടി ഇറങ്ങി ചെല്ലുകയും അത് പുറം ലോകം അറിയുകയും ചെയ്തു അല്ലേ. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയെങ്കിലും ആ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ കിട്ടിയത്. അതിൻ്റെ തെളിവാണ്, അതിൻ്റെ ഭാഗമാണ്. ജീവപര്യന്തം ഇല്ലെങ്കിൽ 20 വർഷത്തോളം തെളിവ് ഇത് കിട്ടിയില്ലേ. അപ്പോൾ അത് സംഭവം നടന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. ഇനി ഇതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നുള്ളതാണ്. ആ പെൺകുട്ടിക്ക് നീതി കിട്ടേണ്ടതായിട്ടുണ്ട്. കാരണം അത് ആരാന്ന് കണ്ടെത്തണം. ഏറ്റവും വലിയ ക്രിമിനൽ അതാണ്. അത് ആരാണെങ്കിലും, ദിലീപാണെങ്കിലും അല്ലെങ്കിലും ആരാണെങ്കിലും അത് കണ്ടെത്തണം. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിനപ്പുറം കോടതി നിരീക്ഷിക്കുന്ന ചില നിരീക്ഷണങ്ങളുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു, ഇതിൽ പീഡനം സംഭവിച്ചു, ഇത് എത്ര വർഷമായിട്ടുള്ള ബന്ധമാണ്, ഇത് പിന്നെ ഈ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന ഇവിടുത്തെ ഇതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്കുള്ള സംശയങ്ങൾ കോടതിക്കുമുണ്ട്. അവിടെയാണ് ഇത് വീക്കായിട്ട് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏത് തരത്തിൽ പോകുമെന്നുള്ളത് ഏകദേശം അറിയാം. അത് രാഹുലിനും അറിയാം. പക്ഷേ ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ ഒരാളുടെ കരിയറൊക്കെയാണ് ഇത് മൂലം ഇല്ലാണ്ടാവുന്നത്. ഒരാളുടെ മാത്രമല്ല, ഇവരുടെ എല്ലാവരുടെയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം ഇനിയും CPM ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരിടത്തും വില പോകത്തില്ല. CPM ഇനി കേരളം കാണാത്ത രീതിയിലേക്ക് പോകും. കാരണം അവർ പല രീതിയും പറഞ്ഞ് എല്ലാ തെരഞ്ഞെടുപ്പിനും ഇങ്ങനെ തടിതപ്പി നിൽക്കുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കും, ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ശോഷിക്കുന്നതിൻ്റെ കാര്യം കണ്ടെത്തി എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്ന്, ഇനി എന്തൊക്കെ കുറവുകൾ, എന്തൊക്കെ കുറ്റങ്ങൾ ഉണ്ട് ഞങ്ങൾക്ക്, അത് തിരുത്തി മുന്നേറുകയാണ് പാർട്ടി ചെയ്യേണ്ടത്. അത് തിരുത്തി മുന്നേറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അധോഗതിയായിരിക്കും. എന്തായാലും രാഹുൽ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ്. രാഹുലിന് ഒരു ആശ്വാസമുണ്ട്. ഇനി പുതുവർഷത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം.